മെത്തേഡാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മളുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാണ്ട് മാറ്റി വെച്ചിരിക്കുന്ന പഴയ ഷർട്ടുകളൊക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ ചാക്കിലാക്കിയും അതുപോലെ തന്നെ കത്തിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത ഷർട്ടുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു റീയൂസ് മെത്തേഡ് ചെയ്തെടുക്കാം. ആ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നും എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണാൻ നല്ലപോലെ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടും ഈ ഒരു ഷർട്ട് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മൾ അടിപൊളിയായിട്ട് ഒരു പില്ലോ കവറാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷർട്ടിൻ്റെ നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ട്, അതായത് ചീത്തവശം പുറമേക്കായിട്ട് ഇതുപോലെ നമ്മൾ മറച്ചിടാം. അതെ, ഇതുപോലെ നല്ല വശം ഉള്ളിലേക്കും ചീത്തവശം പുറകോട്ടായിട്ട് മറിച്ചിടാട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ഷർട്ടിൻ്റെയും താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു റാ പോലെ ഇങ്ങനെ ഒരു കർവായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കർവൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടി ലെവലാക്കി എടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു സ്ലീവിൻ്റെ സൈഡ് ഉണ്ടാവില്ലോ, അവിടെയൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് പീസായിട്ട് നമ്മൾ ഈ ഒരു ഷർട്ടിനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വരച്ചതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ദേ, നമ്മൾ സ്ലീവിൻ്റെ അവിടെ നിന്നും ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വളച്ചും ചിരിച്ചൊന്നല്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോളറിൻ്റെ അവിടെ നിന്നും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്തും നമ്മൾ ആ കർവ് പോലെ നിൽക്കുന്ന ആ ഒരു പോർഷനിലെ അവിടെയും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി മുകളിലും താഴെയും ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുള്ള പോർഷൻ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ സ്ലീവിൻ്റെ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ലീവിൻ്റെ ഭാഗത്തും ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആം ഹോൾ പോകുന്ന പോലെ വളച്ചും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ രണ്ട് മുകളിലെ ഭാഗവും സ്ലീവിൻ്റെ അവിടെയൊക്കെ കട്ട് ചെയ്ത് നമുക്കിപ്പോൾ ഒരു സ്ട്രെയിറ്റ് പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ ആ സ്ലീവിൻ്റെ അവിടെയൊക്കെ കട്ട് ചെയ്തിട്ടില്ലേ, ആ ഒരു പോർഷനൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് തയ്യൽ മെഷീൻ ഇല്ലെങ്കിൽ കൂടെയും സൂചിയും നൂലും യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മുകൾ ഭാഗത്തും അതുപോലെ തന്നെ സ്ലീവിൻ്റെ അവിടെയും താഴ്ഭാഗത്തും സ്ട്രെയിറ്റ് ആയിട്ട് സിംഗിൾ സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെ ഉള്ളവർക്ക് സിംഗിൾ സ്റ്റിച്ച് ചെയ്യാം, ഡബിൾ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒറ്റൊരടിപ്പ് കൊടുത്തിട്ട് മുകളിലും താഴെയും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു സ്ലീവിൻ്റെ പോർഷനിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഒറ്റയടിപ്പ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് നല്ല പിന്നീടൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിലൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സ്റ്റിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ചൊക്കെ കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ ഒരു ബട്ടൺസിൻ്റെ പോർഷനില്ലേ, ആ ഒരു ബട്ടൺസിൻ്റെ പോർഷനിലെ ബട്ടൺസ് അഴിച്ചെടുത്തതിന് ശേഷം നല്ല വശം നമുക്ക് പുറത്തോട്ടെടുക്കാം. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല വശം പുറത്തോട്ടെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. എന്തായാലും നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ പില്ലോ കവർ സെറ്റ് ആയിട്ടുണ്ട്. ഇത്ര മാത്രമുള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ആ ഒരു ബട്ടൺസിൻ്റെ ഹോൾ, അതായത് ആ ബട്ടൺസ് വന്നിരിക്കുന്ന ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പില്ലോ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ പില്ലോ ഇത്തിരി പില്ലോ കവറിനേലും വലുതായതുകൊണ്ട് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്കൊരു ഇച്ചിരി ഏറ്റക്കുറച്ചെന്ന് തോന്നുന്നത്. നിങ്ങളുടെ പില്ലോ കവറിനനുസരിച്ചിട്ട് പില്ലോക്ക് അനുസരിച്ചിട്ട് പില്ലോ കവർ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഷർട്ടൊക്കെ ആണെങ്കിൽ വലിയ പില്ലോ കവർ ചെയ്യാൻ പറ്റും, ചെറുതാണെങ്കിൽ നമുക്ക് ചെറിയ പില്ലോ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. താങ്ക്